നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും നാടകീയമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരൻ അർജുനൻ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തകർന്നു വീഴുന്നു. അപ്പോൾ നമ്മളിത് ഒരു മതഗ്രന്ഥം എന്ന രീതിയിലല്ല നോക്കുന്നത്, മറിച്ച് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ എങ്ങനെ നേരിടുന്നു എന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി പോലെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. ഒരു ഹീറോ, ഒരു ഇതിഹാസം പെട്ടെന്നൊരു ദിവസം തകർന്നു വീണാൽ എന്ത് സംഭവിക്കും? സ്വന്തം ആൾക്കാരെ തന്നെ, ഗുരുക്കന്മാരെ, മുത്തശ്ശനെ, സഹോദരങ്ങളെ തന്നെ എതിർപക്ഷത്ത് കാണുമ്പോൾ ഒരു യോദ്ധാവിന്റെ കയ്യിലിരുന്ന ആയുധം വിറച്ച് താഴെ വീണു പോയാൽ അതോടെ അയാളുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതാവോ? വാ, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അർജുനൻ യുദ്ധത്തിന് റെഡിയാണ്. കൃഷ്ണനോട് പറയുന്നു, കൃഷ്ണ, ഈ രണ്ട് സേനയുടെയും നടുവിലേക്ക് രഥം കൊണ്ടുപോകൂ, എനിക്ക് കാണണം ആരൊക്കെയാണ് എൻ്റെ എതിരാളികളെന്ന്. പക്ഷേ അവിടെ കണ്ട കാഴ്ച അത് അർജുനനെ താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ സംഭവിച്ചത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ മനസ്സിനു മുൻപേ ശരീരം തന്നെ ആ യുദ്ധത്തിനെതിരെ ഒരു കലാപം തുടങ്ങി. ആദ്യം തന്നെ ഒരു വിറയൽ. ശരീരം മുഴുവൻ ഒരു വിറയലാണ്. ഒന്നോർക്കണം, ഇത് സാധാരണ ഒരാളല്ല. തൻ്റെ ശരീരത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യോദ്ധാവിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വിറയൽ. അതിന് പിന്നാലെ രോമാഞ്ചം. നമ്മൾ പറയുന്ന ആ ഗൂസ് ബംസ്. ഇത് വെറുതെ തണുത്തിട്ടോ സന്തോഷം കൊണ്ടോ വരുന്ന ഒന്നല്ല. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭയത്തിൻ്റെ, ഒരു ഷോക്കിൻ്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷനാണ്. മനസ്സ് തകരുമ്പോൾ ശരീരം പ്രതികരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം. അവസാനമായി തൊലിയിൽ തീ പിടിച്ച പോലത്തെ ഒരു അരിച്ചിൽ. ശരീരം മുഴുവൻ ചുട്ടുപൊള്ളുകയാണ്. ആലോചിച്ചു നോക്കൂ ആ തകർച്ചയുടെ ആഴം. ഇത് പുറമേയുള്ളൊരു പൊള്ളലല്ല, ഉള്ളിൽ നടക്കുന്ന ആ മാനസിക സംഘർഷത്തിന്റെ തീ ശരീരത്തിലൂടെ പുറത്തേക്ക് വരുന്നത് പോലെയാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ലിസ്റ്റ് ഒന്ന് നോക്കൂ. അവയവങ്ങൾ കുഴയുന്നു, ശരീരം വിറയ്ക്കുന്നു, വായ വരളുന്നു. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? മനസ്സ് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ ശരീരം പൂർണ്ണമായി ഇല്ല, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യണം. ഇന്നത്തെ സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു ക്ലാസിക് അക്യൂട്ട് സ്ട്രെസ് റെസ്പോൺസാണ്. ഒരു പാനിക് അറ്റാക്ക് എന്ന് വേണമെങ്കിലും പറയാം. ശരീരം അതിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോവാണ്. ഇവിടെ അത് ഫ്ലൈറ്റ് ആണ്, അതായത് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം. ഈ പറഞ്ഞ ശാരീരിക പ്രശ്നങ്ങളെക്കാളൊക്കെ വലുതായിരുന്നു അടുത്ത സംഭവം. ശരിക്കും പറഞ്ഞാൽ അർജുനൻ എന്ന വ്യക്തിയുടെ ആത്മാവിനെ തന്നെ പിടിച്ചുലച്ച ആ ഒരൊറ്റ നിമിഷം. നമുക്കതിലേക്ക് വരാം. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. ഇത് വെറുതെ ഒരു ആയുധം താഴെ വീഴുന്നതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, അല്ലേ അല്ല. ഇത് അർജുനൻ എന്ന വ്യക്തിത്വത്തിൻ്റെ, അയാളുടെ ജീവിത ലക്ഷ്യത്തിൻ്റെ, അയാളുടെ ധർമ്മത്തിൻ്റെ തന്നെ അടിത്തറ ഇളകുന്നതിൻ്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ എന്താണ് ഈ ഗാണ്ഡീവം? അതൊരു സാധാരണ വില്ലല്ല. അഗ്നിദേവൻ സമ്മാനിച്ചൊരു ദിവ്യായുധമാണ്. 1,00,000 വില്ലുകൾക്ക് തുല്യമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരി ഗാണ്ഡീവം അർജുനൻ്റെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറിനെ അദ്ദേഹത്തിൻ്റെ ബാറ്റ് പോലെ, ഒരു ഗായകന് അയാളുടെ ശബ്ദം പോലെ. ആ ഗാണ്ഡീവമാണിപ്പോൾ സ്വന്തം കയ്യിൽ പിടിക്കാൻ പോലും പറ്റാതെ വഴുതി പോകുന്നത്. അതിൻ്റെ ആഘാതം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇവിടെ നോക്കൂ, ഈയൊരു താരതമ്യം ആ വൈരുദ്ധ്യം ശരിക്കും കാണിച്ചു തരും. ഒരിടത്ത് രാജ്യങ്ങൾ കീഴടക്കിയ ഇതിഹാസ പുരുഷൻ, മറ്റൊരിടത്ത് സ്വന്തം ആയുധമൊന്ന് പിടിക്കാൻ പോലും പറ്റാത്തൊരാൾ. ഒരിടത്ത് ലക്ഷ്യം തെറ്റാത്ത വില്ലാളി, മറുഭാഗത്ത് വിരലുകൾക്ക് ബലം നഷ്ടപ്പെട്ട ഒരുവൻ. ദേവന്മാർ കൊടുത്ത സമ്മാനം പോലും ശരീരം തിരസ്കരിക്കുകയാണ്. അതായത് അർജുനൻ എന്ന ഐഡിയയും ആ നിമിഷത്തിലെ അർജുനൻ എന്ന യാഥാർത്ഥ്യവും തമ്മിൽ ഒരു വലിയ വിടവ് രൂപപ്പെടുകയാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. കാരണം ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃത വാക്കുകൾക്കുള്ളിൽ തന്നെ അർജുനന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് വലിയൊരു സൂചന ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു തരം ലിംഗ്വിസ്റ്റിക് ക്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെ ഒരു ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയകൾ, ആ വെർബുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. അർജുനൻ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം അയാൾക്ക് സംഭവിക്കുകയാണ്. വിറയൽ ജായത്തെ, അതായത് ഉണ്ടാകുന്നു. വില്ല് സ്രംസത്തെ, വഴുതുന്നു. തൊലി പരിദഹ്യത്തെ, എരിയുന്നു. ഒന്നിലും അർജുനൻ ഒരു കർത്താവല്ല. അയാൾക്ക് ഇതിൻ്റെ ഒന്നു മുകളിൽ ഒരു കൺട്രോളുമില്ല. അയാളുടെ ഇച്ഛാശക്തിക്ക് അതീതമായി ശരീരം പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഞാൻ വില്ല് താഴെയിടുന്നു എന്ന് പറയുന്നതും വില്ല് എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അല്ലേ? ആദ്യത്തേത് ഒരു ആക്ഷനാണ്, ഒരു തീരുമാനം. രണ്ടാമത്തേത് പൂർണ്ണമായ നിസ്സഹായതയാണ്. എൻ്റെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നൊരു ഏറ്റുപറച്ചിലാണ്. അപ്പോൾ നമുക്ക് തോന്നാം ഇതൊരു സമ്പൂർണ്ണ തകർച്ചയാണെന്ന്. പക്ഷേ ഇതിനെ ഒരു അവസാനമായി കാണുന്നതിന് പകരം ഒരു തുടക്കമായി കണ്ടാലോ? ചിലപ്പോൾ ഏതൊരു വലിയ മാറ്റത്തിനു മുമ്പ് നിലവിലുള്ളതൊക്കെ ഒന്ന് തകരേണ്ടി വരും.
ഒരു കെട്ടിടം പുതുക്കി പണിയണമെങ്കിൽ പഴയത് പൊളിച്ചു മാറ്റണമല്ലോ. അതുപോലെ ലോകത്തിലെ ഒരുപാട് ആത്മീയ പാരമ്പര്യങ്ങൾ നോക്കിയാൽ ഈ ഒരു ആശയം കാണാം. ഒരു പുതിയ ഞാൻ ഉണ്ടാകണമെങ്കിൽ പഴയ ഞാൻ ഇല്ലാതാകണം. ഇവിടെ യോദ്ധാവായ അർജുനൻ എന്ന ഐഡന്റിറ്റി ഈ പ്രതിസന്ധിക്ക് മുന്നിൽ ചെറുതായി പോയി. ആ ഒരു ഐഡന്റിറ്റി പൂർണ്ണമായി തകർന്നാലേ അന്വേഷകനായ അർജുനന് ഉദിക്കാൻ കഴിയൂ. അപ്പോൾ ഈ കാണുന്ന ലക്ഷണങ്ങളുണ്ടല്ലോ, വിറയലും എരിച്ചിലുമൊക്കെ, അതൊക്കെ വെറും പ്രശ്നങ്ങളല്ല, ഉള്ളിൽ നടക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സിഗ്നലുകളാണ്. ഈ സമയത്തെല്ലാം കൃഷ്ണൻ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹം അർജുനന്റെ കൂടെ തന്നെയുണ്ട്. പക്ഷേ ഒന്നും പറയുന്നില്ല, തടയാൻ ശ്രമിക്കുന്നില്ല, സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. വെറുതെ സാക്ഷിയായി നോക്കി നിൽക്കുകയാണ്. കാരണം കൃഷ്ണൻ അറിയാം, ഈ തകർച്ച അനിവാര്യമാണ്. ഇത് പൂർണ്ണമായി സംഭവിച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊരു പുതിയ തുടക്കം സാധ്യമാകൂ. ആ കാത്തിരിപ്പിലുമുണ്ട് ഒരുതരം ആഴത്തിലുള്ള സ്നേഹവും കാരുണ്യവും. ഓക്കെ, ഇത്രയും നേരം നമ്മളൊരു പുരാണ കഥയാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഈ കഥയുടെ കണ്ണാടിയിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കാം. 2000 വർഷങ്ങൾക്ക് ശേഷവും അർജുനന്റെ ഈ പ്രതിസന്ധിക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ശരീരം അതിനെ എതിർക്കുന്ന അവസ്ഥ. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൈ വിറയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ വയറ്റിൽ നിന്നൊരു അസ്വസ്ഥത വരുന്നത്. ഇതൊക്കെ ഒരു തരത്തിൽ നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്നതാണ്. അർജുനന്റെ അത്രയും തീവ്രമല്ലെങ്കിലും നമ്മുടെ ശരീരവും ചിലപ്പോഴൊക്കെ നമ്മളോട് പ്രതിഷേധിക്കാറില്ലേ? അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ കൈവിട്ടു പോകുന്ന വില്ലുകൾ? അതായത് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായ, പക്ഷേ ചില സമയങ്ങളിൽ പിടിച്ചു നിർത്താൻ പോലും പറ്റുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ. ചിലർക്കത് ജോലിയാകാം, മറ്റു ചിലർക്കതൊരു ബന്ധമാകാം, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായി മുറുകെ പിടിച്ചൊരു വിശ്വാസമായിരിക്കാം. ഇന്നത്തെ കാലത്ത് നമ്മൾ ബേൺ ഔട്ട് എന്നൊക്കെ പറയുന്ന അവസ്ഥ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇത്രയും സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി കേട്ടു നോക്കാം. എൻ്റെ ശരീരത്തിൽ വിറയലുണ്ടാകുന്നു, രോമാഞ്ചവും സംഭവിക്കുന്നു, ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു, എൻ്റെ ത്വക്ക് ആസകലം ചുട്ടുനീരുന്നു. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതൊരു ഭയത്തിൻ്റെ വിവരണം മാത്രമായി തോന്നുന്നുണ്ടോ? അതോ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ, ഒരു പുതിയ വ്യക്തിത്വം ജനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള പ്രസവവേദന പോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെയൊക്കെ ശരീരങ്ങൾ എപ്പോഴും നമ്മളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമ്മളത് കേൾക്കാറില്ല. ഒരു പക്ഷേ അർജുനന്റെ ഈ കഥ ആ ശബ്ദത്തിന് ചെവി കൊടുക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം. അപ്പോൾ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ശരീരം ഇന്ന് നിങ്ങളോട് എന്താണ് പറയുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.